മക്കളെടാ 2026 ജനുവരി 24 നടന്ന ജെയ് മെയിൻസിന്റെ എക്സാം ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. ഷിഫ്റ്റ് 1-ലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം. നോക്കിയേ, ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അല്ലെ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടാൻ എക്സ് മൈനസ് എക്സ് മൈനസ് 1 പ്ലസ് ലോഗ് ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, എങ്കിൽ എഫ് ഓഫ് 0 ആണ് കാണേണ്ടത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 0-ക്കെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻ ഇതല്ലടാ. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് 0 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റിൽ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് വേണം. എന്താണ് ലിമിറ്റിൽ പഠിച്ചത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് പഠിച്ചിട്ടില്ലേ? ആ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂളും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. എൽ ഹോസ്പിറ്റൽ റൂളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഉപയോഗിക്കേണ്ടി വരും. ഈ 3 കണ്ടീഷൻസ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കഴിയൂ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കണ്ടീഷനിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പൊ എഫ് ഓഫ് 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടാൻ എക്സ് മൈനസ് 1 പ്ലസ് ലോഗ് ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് minus x the whole divided by tan x minus x എന്ന റിസൾട്ട് കൊണ്ടുവരിക അല്ലെ. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് നോക്കാം. ഇവനെ നമുക്കൊന്ന് അപ്പുറത്തെ പേജിലേക്ക് കൊണ്ടുപോയിട്ട് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാം അല്ലെ. ശ്രദ്ധിച്ചോളൂ. മക്കളെ, ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇതിനെ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? എഫ് ഓഫ് 0 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഇതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താലോടാ. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ന്യൂമറേറ്ററിൽ 2 ടേം ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടാൻ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ് എന്ന് നമുക്ക് ഒരു ടേം എടുക്കാം. പ്ലസ് അടുത്ത ടേം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ നമുക്ക് ടാൻ എക്സ് മൈനസ് എക്സ് എന്ന രണ്ടാമത്തെ ടേം എടുക്കാം. ഈ ആദ്യത്തെ ടേം നോക്കിയാൽ നമുക്കറിയാം. ഈ ആദ്യത്തെ ടേമിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇ റൈസ് ടു 0 മൈനസ് 1 ബൈ 0 ഫോമിൽ വന്നാൽ അതെന്തായിട്ട് മാറും? 1 എന്ന വാല്യൂ ആണ് കിട്ടുക. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇത്രയും ടേം, ഇവിടെ നോക്കൂ, ഈ തന്നിരിക്കുന്ന ഇത്രയും ടേം ഇ റൈസ് ടു ടാൻ എക്സ് മൈനസ് 1 ബൈ ടാൻ എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വില കൊടുത്താൽ ഇ റൈസ് ടു 0 മൈനസ് 1 ബൈ 0 ഇ റൈസ് ടു 0 മൈനസ് 1 ഡിവൈഡ് ബൈ 0 എന്ന ഫോമിലല്ലേ കിട്ടുക. അപ്പൊ അതിന്റെ വാല്യൂ പൂർണ്ണമായിട്ടും 1 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ വില ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ നോക്കടാ, ഈ തന്നിരിക്കുന്നത് ബൈ പാർട്ട്, ഈ തന്നിരിക്കുന്നത് എന്തായിട്ടാ മാറുക? 0/0 ഫോം ആയിട്ടല്ലേ മാറുക. 0/0 ഫോം. ഈ എക്സിന്റെ വിലയായ 0, എക്സിന്റെ ഇവിടുത്തെ ലിമിറ്റ് വാല്യൂ 0 ആണ്, മറക്കരുത്. ഈ ലിമിറ്റ് വാല്യൂ 0 ആണ്. ഈ 0 നമ്മൾ ഇവിടെ ഡയറക്റ്റ് വിലയായിട്ട് കൊടുക്കുമ്പോൾ സീക്ക് 0യുടെ വാല്യൂ 1 ആവും, കോസ് 0യുടെ വാല്യൂ 0 ആകും. അപ്പൊ ലോഗ് 1 എന്ന് പറയുന്ന വാല്യൂ 0 മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ഡിവൈഡഡ് ബൈ 0 മൈനസ് 0. അപ്പൊ 0/0 ഫോം അല്ലേ വരിക. അപ്പൊ ഇത് 0/0 ഫോം ആണ് വരുന്നത് എങ്കിൽ നമുക്ക് ഈ എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കാമല്ലോ. എന്താ എൽ ഹോസ്പിറ്റൽ റൂള്? ന്യൂമറേറ്റർ പ്രത്യേകം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന്റെ ലിമിറ്റ് വാല്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചോദിച്ചോ. That is equal to log of sec x plus tan x ന്റെ ഡിഫറൻസിയേഷൻ നമുക്കൊന്ന് മാറ്റി കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കോളൂ. ഈ ലോഗ് ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിന്റെ ഡിഫറൻസിയേഷൻ മാത്രം ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് ലോഗ് എക്സിന് അകത്തായതുകൊണ്ട് അതിന്റെ വില 1 ബൈ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിന് ചെയ്യുമ്പോൾ സീക്ക് എക്സിന്റെ വില സീക്ക് എക്സ് ടാൻ എക്സ് ആവും.
പിന്നെ ടാൻ എക്സിന് ചെയ്യുമ്പോൾ നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് എന്നാണ് കിട്ടുക. അപ്പൊ മുകളിൽ നിന്ന് നമുക്കൊരു സീക്ക് എക്സിനെ കോമൺ എടുത്താൽ നമുക്ക് ടാൻ എക്സ് പ്ലസ് ആണ്, ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് എന്നാണ് വരിക. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയില്ലടാ. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയാൽ ലോഗ് ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് വെറും സീക്ക് എക്സ് മാത്രമായിട്ട് കിട്ടൂലേ. അപ്പൊ ഇതിന്റെ ഡിഫറൻസിയേഷൻ വെറും സീക്ക് എക്സ് ആണ്, മൈനസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ആണ്, ഡിവൈഡഡ് ബൈ ടാൻ എക്സിന്റെ ഡിഫറൻസിയേഷൻ സീക്ക് സ്ക്വയർ എക്സ് ആണ്, -1 എന്ന് കിട്ടും. കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു ഇ റൈസ് ടു 0 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇത് സീക്ക് എക്സ് -1 തന്നെ. ഡിനോമിനേറ്റർ നോക്കൂ, ഡിനോമിനേറ്റർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയി. കണ്ടോ, ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയി. അപ്പൊ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് മാറ്റാം. എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് പ്ലസ് 1 ഇൻറ്റു സീക്ക് എക്സ് -1 എന്ന് മാറ്റാം. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന സീക്ക് എക്സ് -1ഉം സീക്ക് എക്സ് -1ഉം ക്യാൻസൽ ആയി പോയാൽ ഇ റൈസ് ടു 0യുടെ വില 1 ആവും. ഈ ലിമിറ്റ് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ 1/1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1/2. ആൻസർ ഈസ് 3/2 എന്നാണ് കിട്ടുക. നമുക്ക് നോക്കാം ഓപ്ഷനിൽ 3/2 ഉണ്ടോ. യെസ്, 4th ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലടാ.